ചെല്ല് ചെന്നുപോയി അവളെ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യാൻ നോക്ക്. അതിന് അവള് വന്നിട്ടില്ലല്ലോ, നമ്മളിത് നേരത്തെ അല്ലേ? ആ അതെ, പക്ഷെ ഇതേ ക്ലാര വരുന്നുണ്ട്, അപ്പൊ സ്വാഭാവികമായി അവളെ ബാക്കിൽ ലിയയും കാണുമല്ലോ. ആ അത് ശരിയാണല്ലോ. ആഹാ, പതിവില്ലാതെ തമ്പുരാനെന്ന് നേരത്തെ ആണല്ലോ, എന്ത് പറ്റിയാവോ? എടാ എന്നാ പിന്നെ ഞാൻ അവളോട് എല്ലാം പോയി പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്ക്. ആടാ ഞാനിതേ ആ ഗ്രൗണ്ടിൽ കാണും, അല്ലേ ക്യാൻറ്റീനില്, നീ അവിടേക്ക് വന്നാ മതി. ആടാ ശരി, നീ ചെല്ല്. വരുന്നുണ്ട്, ഇങ്ങോട്ടേക്കാന്ന് തോന്നുന്നു, അധികം അങ്ങോട്ടേക്ക് നോക്കണ്ട. ലിയോ ഓ വന്നോ, നോക്കിയിരിക്കുവായിരുന്നു, എന്താ വരാത്തേന്ന്. ലിയ താനെന്താ ഒന്നും മിണ്ടാത്തെ? നിന്റെ പുന്നാര ജോലി ഉണ്ടാവും അവിടെ, അവളോട് ചോദിച്ചത് സംസാരിക്കും, എന്നോട് മിണ്ടാൻ വരണ്ട. ഡിലിയെ വന്ന് വന്ന് നിന്റെ ചെവി അടിച്ചു പോയോ? നിന്നെയല്ല അലക്സി വിളിക്കുന്നേ. ഡി നീ വന്നേ, ക്ലാസ് ഇപ്പൊ തുടങ്ങും. ഡി അത് പിന്നെ നിന്നെ അലക്സ് നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, വന്നേ. പോയോ? അളിയാ നിക്ക്, ഞാനും വരുന്നു. ഇവൻ പോവില്ലായിരുന്നോ? ഞാൻ നാളെ ചിലപ്പോ ലീവായിരിക്കും കേട്ടോ. അതെന്താ? എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഇത്രയും ദിവസം ഞാൻ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. നാളെ വേണം എല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ. നീ തന്നെ പറയുന്നേ, എന്ത് പ്രിപ്പറേഷൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവേണ്ട സമയത്ത് എല്ലാം മനസ്സിലായിക്കോളും. ഇപ്പൊ അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നീ എന്തുവാടി, എന്താ നിന്റെ പ്ലാൻ? എന്നോട് കൂടി പറ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞ അഥവാ എന്റെ പ്ലാൻ എങ്ങനെ ഫ്ലോപ്പ് ആയോ പിന്നെ ഞാൻ ആകെ നാണം കെടും. സോ ഈ നടക്കാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ശരി, നീ എന്താന്ന് വെച്ചാ ചെയ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. കലിപ്പിലാണല്ലോ. എന്റെ പൊന്നെ, ഇങ്ങനെ നോക്കല്ലേ. ഇങ്ങനെ നോക്കുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കി പോവാ. ലിയ കൺട്രോൾ, അങ്ങോട്ടേക്ക് നോക്കരുത്. ഡോണ്ട് ഡു ദാറ്റ്, അങ്ങോട്ടേക്ക് നോക്കരുത്. അയ്യോ കണ്ട്, നിന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ടേക്ക് നോക്കരുതെന്ന്. ഇനി അങ്ങോട്ടേക്ക് നോക്കേ ചെയ്യരുത്. ഇവക്കെന്താ വട്ടായ? ഇവളെന്താ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നേ? ഡിലിയെ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അല്ല സത്യത്തില് നീ അലക്സ് എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഒരു പ്രശ്നമില്ല. അല്ലേലും ഏതു നേരവും കണ്ണും കണ്ണും നോക്കി നിൽക്കുന്ന രണ്ടെണ്ണ. ഇപ്പൊ നീ അവനെ ഒന്ന് തിരിഞ്ഞ പോലെ നോക്കുന്നില്ലല്ലോടി. അതവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാ. എന്തുവാടി, എന്താ നിങ്ങളുടെ പ്രശ്നം? നേരത്തെ അലക്സ് നിന്നോട് മിണ്ടാൻ വന്നപ്പോ നീ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. അത് പിന്നെ നിനക്കറിയില്ലേ ആ ജൂലിയെ? ജൂലിയോ? വിച്ച് ജൂലി? ഡി ആ മറ്റേ ഷോർട്ട് ഹെയർ ഒക്കെ ആയിട്ട് അലക്സിനോട് ജാക്കിനോട് കൊഞ്ച് സംസാരിക്കുന്ന ഒരു പെങ്കൊച്ചില്ലേ? ആ മനസ്സിലായി, മറ്റേ ജൂലി. അവള്? അതെ അവള് തന്നെ. അവളെന്നെ എന്താ വിളിച്ചെന്ന് നിനക്ക് അറിയോ? എന്താ വിളിച്ചേ? അത് പിന്നെ വായി നോക്കിയെന്നു. എന്ത് വായി നോക്കിയതോ? എന്താടി നീ എന്തിനിങ്ങനെ കിടന്ന് ചിരിക്കുന്നേ? ഒന്നുമില്ല, നിന്റെ സ്വഭാവം അവക്ക് എങ്ങനെ അറിയാന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ. ദയം മിണ്ടാതിരുന്നോ നീ? ഞാൻ ആരെയാടി വായി നോക്കാറ്? പറ, നീ പറ. അത് നീ പറയണ്ട. നീ അലക്സും സെറ്റ് ആകുന്നതിന്റെ മുമ്പൊക്കെ നീ അലക്സിനെ വായി നോക്കുന്നത് ആ കൊച്ചു കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ വിളിച്ചേ. പിന്നെ ഞാൻ ആരും വായി നോക്കിയിട്ടില്ല. അത് ശരിയാ. ഇത്രയും നിഷ്കളങ്കിയായ ഒരാളെ പോലും വായി നോക്കാത്ത അലക്സിനെ ഒട്ടും വായി നോക്കാത്ത എന്റെ ലിയ കൊച്ചിനെ വായി നോക്കിന്ന് വിളിക്കാൻ അവക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയേ? ആക്കിയതല്ലേ? ആക്കാനോ? ഞാനോ? ഒരിക്കലുമില്ല. അത് പിന്നെ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഞാൻ അലക്സിനെ നോക്കാറുണ്ട്. അതിന് അവക്കെന്താ? ഞാൻ അവളെയല്ലോ അലക്സിനെയല്ലേ നോക്കുന്നേ. അതൊക്കെ പോട്ടെ, അവൾ അങ്ങനെ വിളിച്ചതിന് അലക്സിനോട് നിനക്കെന്താ? അത് അവൾ അവന്റെ മുമ്പെന്നാ എന്നെ ആ പേര് വിളിച്ചേ. എന്നിട്ട് അവനാണെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇന്നലെ രാത്രി എന്നെ കോൾ ചെയ്തിട്ട് പറയാ അവൾ അവന് വേണ്ടപ്പെട്ട ഒരാളാണെന്ന്. ഇതിന്റെ ഇടയിൽ അങ്ങനൊക്കെ സംഭവിച്ചോ?
ഡീ ചെലപ്പോ ജൂലി അലക്സിന്റെ കസിനോ മറ്റോ ആണെങ്കിലോ? ആ, ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചത്. പക്ഷേ അവളുടെ ആ ഒരു നോട്ടവും ചിരിയും ഭാവവും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കസിൻ ആവാൻ ചാൻസ് ഇല്ല. ആ, അത് പറഞ്ഞപ്പോ ഓർത്തെ ചെലപ്പോ അവളവന്റെ മുറപ്പെണ്ണോ മറ്റോ ആയിരിക്കോ? മുറപ്പെണ്ണോ? ആടി, നീ കേട്ടിട്ടില്ലേ ഈ പണ്ടുള്ളവരൊക്കെ ഈ ഒരുമിച്ച് കളിച്ചു വളർന്ന പിള്ളേരോട് ഇവള് നിന്റെ മുറപ്പെണ്ണ, ഇവളെ നീ ഭാവിയിൽ കെട്ടാൻ പോകുന്നതൊക്കെ പറയുന്നേ? ആ, കേട്ടിട്ടുണ്ട്. ആ, ചെലപ്പോ അങ്ങനെ വല്ലതും ആയിരിക്കുവോ? നീ ഒന്ന് പോയിക്കേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. വെറുതെ മനുഷ്യരെ ടെൻഷൻ ആക്കാൻ വേണ്ടി. ആ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിനുള്ളൊരു സ്കോപ്പ് ഇല്ലാതെ ഇല്ല. പാവം വിശ്വസിച്ചെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ ഇവള് പറയുന്ന പോലെ അവന്റെ മുറപ്പെണ്ണായിരിക്കും ആ ജൂലി. ഒന്ന് നോക്കടോ. അയ്യടാ, നോട്ടം കണ്ടില്ലേ? കണ്ടാലും മതി ഒരു മുറച്ചൊക്കെ വന്നേക്കുന്നു. ചത്താലൊന്ന് തിരിഞ്ഞു നോക്കരുത് കേട്ടോ. പണ്ടാലാവുന്നുമില്ലല്ലോ. ഇതെങ്ങനെയാ ഇതൊന്ന് ഫയൽ സെറ്റ് ആക്കുന്നേ? ഓ, എനിക്കാണെ ഓരോന്ന് ആലോചിച്ച് തല പെരുക്കുന്നു. പിന്നെ ഈ ഒന്ന് പതുക്കെ ചെയ്യ്, ഇപ്പൊ കീബോർഡ് സെറ്റിംഗ്സ് ഒക്കെ അടിച്ചു പോവല്ലോ. ആ, പിന്നെ മനുഷ്യൻ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചതും പോരോ അവളൊരു കീബോർഡ് സെറ്റിംഗ്സും. ഡാളിയ, ലിയ ഭയങ്കര കളിപ്പാണല്ലോ. ഇപ്പൊ ആ ലാപ്ടോപ്പും സെറ്റിംഗ്സ് ഒക്കെ അടിച്ച് പൊളിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നോടുള്ള കലിപ്പ് ഈ ലാപ്പിൽ തീർക്കണോ? ആ, പിന്നെ എനിക്കറിയാനിട്ടൊന്നല്ല. ഈ പെണ്ണിനെ കൊണ്ട്. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? നമുക്കിത് ഒരെണ്ണം കൂടി മേടിച്ചാലോ? നല്ല ടേസ്റ്റ് ഇല്ലേ? ആടെ മേടിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് പിടിച്ചേ. ഇതെന്തുവാടെ ഇത്? ഇതാർക്ക് ഇത്രയും ഫുഡ്? ഇത്രയും ഫുഡോ? ഇതാകെ കുറച്ചേ ഉള്ളൂ. എന്റെ അമ്മോ, ഇത് കുറച്ചാന്നോ? ദേ, എനിക്ക് ഇത് മാത്രം മതി. ഇല്ലേലും നിനക്ക് അതേ ഉള്ളൂ. ബാക്കി ഫുഡൊക്കെ എനിക്ക് കഴിക്കാനുള്ളതാ. ഇതൊക്കെ എവിടേക്കാടാ പോകുന്നേ? വയറ്റിലോട്ട് തന്നെയാണോ? നീ മേടിക്കണ്ടടാ, വയറ്റിലോട്ടേക്ക് തന്നെയാ പോകുന്നേ. എടാ, ഒരു പീസ് നോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എടാ, നിന്റെ മുമ്പിൽ ഇത്രയും ഫുഡ് ഉണ്ടല്ലോ, അത് ആദ്യം അകത്താക്ക്. ആ, അത് പിന്നെ ഒരു മിനിറ്റ് ഇടാ, ഞാൻ ഇപ്പൊ വരാം. ആയിക്കോട്ടെ. നീ ക്ലാരെ, നീ എന്താ കഴിക്കുന്നത്? ബർഗറോ? ഒരു കഷ്ണം നോക്കട്ടെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോടി. ആകെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാലമാടൻ അതും കൊണ്ടുപോയി. ഓ, എന്തിനാണോ എന്നെങ്ങനെ നോക്കുന്നേ? മര്യാദക്ക് കഴിക്കാനും സമ്മതിക്കില്ല. കൊറേ നേരം താൻ അവോയ്ഡ് ചെയ്യുന്നു. തന്റെ ഈ കുഞ്ഞു പിടക്കം മാറ്റാനൊക്കെ എനിക്കറിയാം. നീ എവിടേക്കാ? നീ കഴിച്ചു ചെയ്യാനേ എന്തായാലും 1-1.5 മണിക്കൂർ എടുക്കും. അതുവരെ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരാം. ശരി, എന്നാ വിട്ടോ. ചേച്ചി, പിന്നെ ഈ കുരിശിപ്പ് എവിടുന്ന കേറി വന്നേ? ആഹാ, എത്തിയല്ലോ തമ്പുരാട്ടി. അവളുടെ ഒരു ഇലയുണ്ടല്ലേ, കണ്ടാലും മതി. ഇങ്ങനെ നോക്കി ദയിപ്പിക്കല്ലേ, അവള് പേടിച്ചു പോവും. ഓ, അതും കേട്ടോ? കേട്ടല്ലോ. നീ ഫുഡ് കഴിച്ചോ? കഴിച്ചില്ലേ? നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്റെ പൊന്നോ, വേണ്ട. നിനക്ക് എങ്ങനെ സാധിക്കുന്നത് കറക്റ്റ് ടൈം കയറി വരാൻ? ഏയ്, ഒന്നുമില്ല. ഞാൻ ഫുഡ് കഴിച്ചേനു. ദേ, അവിടെ ജാക്കി ഇരിപ്പുണ്ട്. അവന്റെ കൂടെ ചെന്ന് കഴിച്ചോ. ആയിക്കോട്ടെ, ശരി. എന്താണാവോ പോയി കഴിക്കാൻ പാടില്ലായിരുന്നു. ലിയ, നീ കഴിച്ചതിനല്ലേ? വാ, നമുക്ക് പോവാം. ലിയ, ഒന്നവിടെ നിക്ക്. അലക്സ്, കൈവിട്ടെ, എനിക്ക് പോണം. താനൊന്ന് എന്റെ കൂടെ വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒന്നും കേൾക്കണ്ട. ലിയ, ചെല്ലടി, നീ സംസാരിച്ചേ. നേരെ ക്ലാസ്സിലോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. അത് പിന്നെ താനൊന്നിങ്ങ് വന്നേ. അലക്സ്, എവിടേക്ക് പോകുന്നേ? മിണ്ടാതിരിക്കെ.
ഓ ഈ കുരിപ്പ് സമ്മതിക്കില്ല. ദേ ചെല്ല്, നിന്റെ വേണ്ടപ്പെട്ടവള് വിളിക്കുന്നുണ്ട്. ഞാൻ പോവാ. എന്റെ പൊന്നോ നിക്കവിടെ. ഇവിടെ ഇരിക്കേ. ഇനി പറ, എന്താ തന്റെ പ്രശ്നം? എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ലേ. അത് താൻ എന്റെ മുഖത്ത് നോക്കി പറ. ഈ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ ദേഷ്യപ്പെടുന്നേ? എന്താ ഒന്നും പറയാനില്ലേ? അത് പിന്നെ പറയടോ, എന്താ തന്റെ പ്രശ്നം? താൻ എന്തിനാ എന്നെ ഇന്ന് ഇത്രക്കും അവോയ്ഡ് ചെയ്യാനുള്ള റീസൺ? അത് പിന്നെ നിനക്കിപ്പോ നിന്റെ മുറപ്പെണ്ണിനെ മാത്രം മതിയല്ലോ, അതുകൊണ്ട് നീ അവളോട് ചെന്ന് സംസാരിക്കേ. ഞാൻ അവോയ്ഡ് ചെയ്താലും ചെയ്തില്ലേലും നിനക്കെന്താ? എന്ത് മുറപ്പെണ്ണോ? ആര്? ജൂലിയോ? തന്നോട് ആരിതൊക്കെ പറഞ്ഞേ? അത് ക്ലാര പറഞ്ഞല്ലോ. നല്ല ബെസ്റ്റ് ഫ്രണ്ട്. നീ വെറുതെ അവളൊന്നും പറയാൻ നിക്കണ്ട. എന്നാ പറ, നിന്റെ ആരാ ജൂലി? അത് പറഞ്ഞാ തനിക്ക് സമാധാനാവോ? വരുന്നിടത്തും പോകുന്നിടത്തും എല്ലാം ഇവര് തന്നെയാണല്ലോ. എന്താ ഇത്? എൻജോയ് 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 എവരി മൊമെന്റ്, ഡെത്ത് ഈസ് അൺഎക്സ്പെക്ടഡ് എന്നാണല്ലോ. സോ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബൈ. എന്നാ താൻ കേട്ടോ, അവൾ എന്റെ അമ്മയുടെ ഏറ്റവും ഇളയ സിസ്റ്ററുടെ ഒറ്റ മോളാ, അതായത് എന്റെ കസിൻ സിസ്റ്റർ. അപ്പൊ അവള് നിന്റെ കസിൻ ആയിരുന്നോ? അതെ. അവള് നിന്റെ കസിനാണ്. അവൾ എന്തിനാ നിന്നോട് ഒരുമാതിരി ലവറിനെ പോലെ ബിഹേവ് ചെയ്യുന്നേ? ഏയ് അങ്ങനെ തോന്നിയോ? അതെ തോന്നി. അത് പിന്നെ അവൾ ഒറ്റ മോളല്ലേ. സോ ചെറുപ്പം തൊട്ടേ അവളും ഞാനും സ്വന്തം സിബ്ലിങ്ങിനെ പോലെ വളർന്നത്. അപ്പോ അതിന്റേതായ ഒരു ടച്ച് കാണുമല്ലോ. പിന്നെ നമ്മൾ സിബ്ലിങ്സ് മാത്രല്ല, ബെസ്റ്റ് ഫ്രണ്ട് കൂടിയോ. ആണോ? അപ്പൊ അവർക്ക് എങ്ങനെ ജാക്കിനെ അറിയാവുന്നേ? അത് പിന്നെ ഞാനും ജാക്കും ഇപ്പോ ഏകദേശം ഫ്രണ്ട്ഷിപ്പിലായിട്ട് 10 years എബോവ് ആയി. അപ്പൊ തൊട്ട് എന്തിനേതിനും അവൻ എന്റെ കൂടെ കാണും. അങ്ങനെ കണ്ട് കണ്ട് അവനും ജൂലിയും നല്ല ബോണ്ടായി. അത്രേ ഉള്ളൂ. ഇങ്ങനൊക്കെ ആയിരുന്നല്ലേ കാര്യങ്ങള്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. അല്ലേലും തനിക്ക് കാട് കയറി ഓവർ തിങ്ക് ചെയ്യലും തെറ്റിദ്ധരിക്കലും കുറച്ച് കൂടുതലാണല്ലോ. സോറി. പിന്നെ ഈ സോറിയും ഇതും കുറച്ച് കൂടുതലാ. സോറി, ഇനി ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ തനിക്കിനുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ. മാറി. എന്നാ പിന്നെ ഇവിടെ ഒരു കിസ് ആയിക്കോട്ടെ. അത് വേണോ? വേണം. വേഗം ആയിക്കോട്ടെ. ഒന്നുകൂടി കിട്ടുവോ? അതെന്താ, തരാലോ. എന്നാ വേഗം ആയിക്കോട്ടെ. അയ്യടാ, ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. അത് ശരി. എന്നാ പിന്നെ ഞാൻ തനിക്കൊരു സാധനം തരട്ടെ. എന്ത് സാധനം? തനിക്കെന്താ വേണ്ടേ? നിനക്ക് ഇഷ്ടമുള്ളത് തന്നോ. എന്നാ ശരി. വാ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അത് വേണോ? വെറുതെ എന്തിനാ സ്വർഗത്തിലെ കട്ടുറും പാവുന്നേ? വാ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാന്നേ. എന്നാ ശരി, വായോ. എടാ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അത് തന്നെ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്കറിയത്തില്ല, പറ. എനിക്കും അറിയത്തില്ല, നീ പറ. രണ്ടാളും പറയണ്ട, ഞാൻ പറയാം. എന്താ, വേഗം പറ. അയ്യടാ, എന്തൊക്കെയാ മോൾക്ക് അറിയണ്ടല്ലേ? അത് തന്നെ. അത് ശരി, ഇപ്പൊ നിങ്ങളെ രണ്ടും ഒന്നായി, നമ്മൾ പുറത്തായല്ലേ? അതല്ലേലും അങ്ങനെയാണല്ലോ. അത് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അത് തന്നെ.